എന്റെ വീട് ഇന്റീരിയർ വർക്കൊക്കെ ഒന്ന് ചെയ്യണം, എത്രയാവും ബഡ്ജറ്റ്? വലിയ ശതമാനം ക്ലയന്റുകളും ഇങ്ങനെയാണ്. അവർക്ക് ഇന്റീരിയർ ചെയ്യണം, ആദ്യമേ ബഡ്ജറ്റ് എത്രയാണെന്ന് അറിയണം. പക്ഷെ ബഡ്ജറ്റ് ഒറ്റയടിക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ബഡ്ജറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. അതിൽ ഒന്നാമത്തത് ഡിസൈൻ ആൻഡ് റിക്വയർമെന്റ് ആണ്. എക്സാമ്പിൾ, ഒരു റൂം എടുക്കുകയാണെങ്കിൽ ആ റൂമിന്റെ സ്റ്റൈൽ എങ്ങനെ ആയിരിക്കണം? ഒരു സിമ്പിൾ മതിയോ, അല്ലെങ്കിൽ ഭയങ്കര ക്ലാസിക് ആയിട്ട് വേണോ എന്നുള്ള അത് നോക്കണം. രണ്ടാമത് അവിടെ റിക്വയർമെന്റ്സ്, എന്തൊക്കെ സാധനങ്ങൾ, ഇപ്പോൾ വാർഡ്രോബ് വലുത് വേണോ, ചെറുത് വേണോ, ഫുൾ ഹൈറ്റ് വേണോ എന്നുള്ളത് ഒരു ഫാക്ടറാണ്. രണ്ടാമത്തത് മെറ്റീരിയൽ. ഇതിനു വേണ്ടി നമ്മൾ ക്വാളിറ്റി, ഹൈ ക്വാളിറ്റി ആണോ അതോ മീഡിയം ആണോ, അതോ പലതും പല ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽസ് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും, അതും ഒരു ഫാക്ടറാണ്. പിന്നെ ഫർണിച്ചേഴ്സ്, ചിലപ്പോൾ ക്ലയന്റ് മുന്നേ യൂസ് ചെയ്ത സാധനം തന്നെ റീയൂസ് ചെയ്യാം. ചിലപ്പോൾ അവിടെ ആ ഒരു ബഡ്ജറ്റ് വേരിയേഷൻ ഉണ്ടാവും. ചിലപ്പോൾ എല്ലാം പുതിയ സാധനങ്ങൾ തന്നെ വാങ്ങണമെന്നുണ്ടാവുമ്പോൾ ആ ബഡ്ജറ്റ് അവിടെ ഉയരുക തന്നെ ചെയ്യും. പിന്നെ ഈ ബഡ്ജറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യം അവിടുത്തെ വർക്ക്മാൻഷിപ്പ് ആണ്. നല്ല ക്വാളിറ്റി ഓഫ് വർക്ക്മാൻഷിപ്പ് ഉണ്ടാവുമ്പോൾ നമുക്ക് ബഡ്ജറ്റ് കുറച്ച് കൂടുതലായിരിക്കും. സോ ഒരു ഇന്റീരിയറിന്റെ ബഡ്ജറ്റ് അറിയണമെങ്കിൽ ആദ്യം അതിന്റെ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യുക, അതിന്റെ 3D വ്യൂസ് എടുക്കുകയും അതിന്റെ വർക്കിംഗ് ഡ്രോയിങ്സ് കംപ്ലീറ്റ് ചെയ്ത് അതിന്റെ മെറ്റീരിയൽസ് ഏതാണെന്ന് ഫിക്സ് ചെയ്യുകയും ചെയ്താൽ മാത്രമേ നമുക്ക് എത്ര രൂപയാകും ബഡ്ജറ്റ് എന്ന് പറയാൻ കഴിയൂ.